മാവേലിക്കര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മുത്താര രാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി UDF മാവേലിക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വികസന മുരടിപ്പിന് അന്ത്യം കുറിച്ച് UDF അധികാരത്തിലെത്താൻ പോവുകയാണെന്ന് MP പറഞ്ഞു. മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മുത്താര രാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് UDF മാവേലിക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ ചാരുമൂട്ടിൽ സംഘടിപ്പിച്ചു. കൺവെൻഷൻ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. CPM പരാജയം മുന്നിൽ കണ്ടാണ് നിബന്ധനകൾ പിൻവലിച്ചുകൊണ്ട് വീണ്ടും മത്സരിച്ചവരെ സ്ഥാനാർത്ഥികൾ ആക്കിയിരിക്കുന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. പ്രസ്ഥാനങ്ങളെ എപ്പോഴും പിന്നാക്കുന്ന താലോലിക്കുന്ന അവരുടെ വേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന നിരന്തരം ഭദ്രാസനയുടെ അഭിമന്യ പറഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷം പരാജയപ്പെടുന്നു. പശ്ചിമബംഗാളിൽ 35 വർഷക്കാലം തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച് അഴിമതി മുങ്ങിക്കുളിച്ച് സ്വജനപക്ഷപാതം നടത്തി എതിരാളികളെല്ലാം വെട്ടി കുത്തി കൊലപ്പെടുത്തി 35 വർഷത്തെ കലാവഹസ്ത ഭരണത്തിന് CPMന്റെ കലാവഹസ്ത ഭരണത്തിന് ആദ്യം വരുത്തിയത് പശ്ചിമബംഗാളിലെ സാധാരണക്കാരെ മറക്കും, തൊഴിലാളികളെ മറക്കും, പാവപ്പെട്ടവരെ മറക്കും. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വ്യതിയാനമുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇവർ ഭൂസ്വാമികളായി മാറും എന്ന് പറഞ്ഞ അനാഥ സച്ചിദാനന്ദനും സമസ്ത മേഖലയിലും കേരളത്തെ പിന്നോട്ടടിച്ച സർക്കാരാണ് ഭരിക്കുന്നതെന്നും ഈ സർക്കാരിനെ താഴെയിറക്കാൻ ജനങ്ങൾ UDFന് പിന്തുണ നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. UDF ചെയർമാൻ K. ഗോപൻ അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന ഒരു പ്രവർത്തനമായി PR വർക്ക് മാറി എന്നുള്ളതാണ്, PRD ഡിപ്പാർട്ട്മെന്റ് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിന്റെ ഭരണ നേതൃത്വം PR ഏജൻസികൾ പറയുന്നതനുസരിച്ച് വർത്തമാനം പറയുന്ന മുതലാണെന്ന് പറയുവാനല്ല, പ്രവർത്തിക്കുവാനും മടിയില്ലാത്തൊരു ഗവൺമെന്റായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ക്ഷേത്ര കൊള്ളയടക്കം കാട്ടുകൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരായി വിധിയെഴുത്തിനാണ് കേരളത്തിലെ M. അമൃതേശ്വരൻ, കോശി കോശി, KR മുരളീധരൻ, K. സണ്ണിക്കുട്ടി, ഹനീഫ് മൗലവി, തോമസ് കുറ്റിശ്ശേരിയിൽ, കോശി തുണ്ടുപറമ്പിൽ, അനി വർഗീസ്, G. ഹരിപ്രകാശ്, സ്ഥാനാർത്ഥി മുത്താര രാജ് തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. കൺവെൻഷന് ശേഷം പ്രവർത്തകർ പ്രകടനവും നടത്തി. CDNet ന്യൂസ് മാവേലിക്കര.